എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ CPM ആഘോഷിച്ച വിവാഹമായി മല്ലിയുമായുള്ള നിന്റെ കല്യാണം. ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഞാനിനി എവിടെ പോയി വിളിക്കാം? മാഷേ, എന്റെ കൈ വിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീ ആയി നിന്റെ പാട. പോക്സോ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കാൻ മധ്യപ്രദേശ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്നു. ഇത് മഹത്തായ ഒരു കാര്യം എന്ന് ഉദ്ഘോഷിച്ച CPM നേതാക്കൾ ഈ വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും A റഹീം MPയും 2 ദിവസമായി മിണ്ടുന്നേയില്ല. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതായത് 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അതും സമൂഹത്തിലെ ഏറ്റവും താഴെ ശ്രേണിയിൽ നിന്ന് വരുന്ന, അതിലുപരി പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺ. ആ പെൺകുട്ടിയെ ഒരാൾ വശീകരിച്ച് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്തും. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികൾ. അപ്പൊ ഇതിന്റെ ആന്റിസിഡൻസ് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്കുണ്ടായി. അല്ലാതെ വെറുതെ രണ്ടുപേര് വന്നിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകൾ, നമ്മുടെ അയൽവക്കക്കാരല്ല, നമ്മുടെ ബന്ധുക്കളല്ല, നമ്മുടെ നാട്ടുകാർ പോലുമല്ല, നമ്മുടെ സംസ്ഥാനത്തുള്ളവരുമല്ല, ഇവരാരെ നമുക്ക് യാതൊരു പരിചയമില്ല. ഏതൊവരെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയാണ്. അത് കേട്ട വഴി കേൾക്കാത്ത വഴി, എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തിത്തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുക. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. അത് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുകയും ചെയ്തതിന് ശേഷം ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഒറ്റപ്പെട്ട സംഭവമേ അല്ല, ഇതുപോലത്തെ പരമ അബദ്ധങ്ങൾ, പമ്പര വിഡ്ഢിത്തങ്ങൾ CPM മാത്രമല്ല മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും തമ്മിലുള്ള വിവാഹം, അത് ഹിന്ദു മതാചാര പ്രകാരം നടത്തി കഴിഞ്ഞാൽ അത് യാതൊരു നിയമസാധുവും ഇല്ല, അതൊരു വിവാഹമേ അല്ല, ഒരു ഫേക്ക് മാരേജ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായി. കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? വ്യാജ വിവാഹം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പെൺകുട്ടി സമൂഹത്തിന്റെ ഏറ്റവും താഴെ ശ്രേണിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതും പട്ടികജാതിക്കാരി, അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊരു വിവാഹമാണ്, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ നിയമാനുസൃതമായ ഭാര്യയാണ് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു വിവാഹം. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. ഇനി കുറെ നാൾ കഴിഞ്ഞ് ഈ ഭർത്താവ് എന്ന് പറയുന്ന പൂമാൻ ആ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് യാതൊരു നിയമപരമായ നിവൃത്തിയും കിട്ടുകയില്ല. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, കോടതിയിലും കേസുമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് മുസ്ലിം വിവാഹം തമ്മിലുള്ള വിവാഹം അത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ, ഹിന്ദു മതാചാര പ്രകാരം നടത്തി, സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷെ അതുകൊണ്ട് നിയമപ്രാബല്യം ഉണ്ടായി. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അപ്പൊ ഇത് ഗോവിന്ദ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാണ്ടാവില്ല, പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്, പുള്ളി ഡ്രില്ല് മാഷ്. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. അതുപോലെ ശിവൻകുട്ടി സഖാവ്, അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB കാരൻ. നമ്മുടെ A റഹീം ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്, പുള്ളിക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം തന്നെ ഇതുപോലൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത്, അല്ലല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അങ്ങനെയേ കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇതറിയാത്ത ആളൊന്നുമല്ല, A റഹീമിന് നന്നായിട്ട് അറിയാവുന്നതാണ്. പുള്ളി ജീവിതത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? അതുകൊണ്ട് ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം ഉണ്ടാവല്ലോ വരുന്നത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ് ആ പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. സാമൂഹ്യമായിട്ട് നിയമപരമായിട്ടും എത്രയോ വലിയ ഒരു പാതകമാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയുന്നത്. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. ഇവര് വന്ന് കണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കല്യാണം കഴിച്ചു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം മുതലേ തന്നെ ഈ പെൺകുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ എന്ന് വാദിക്കുന്നുണ്ട്. അപ്പൊ അത് പരിശോധിച്ചതിന് ശേഷം ചെയ്യാനായിട്ട് ആര് പറഞ്ഞാണ് ശരിയെന്നറിയില്ല. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിച്ച ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ
നവോത്ഥാനത്തെ കുറിച്ച് പ്രബുദ്ധതയെ കുറിച്ചൊക്കെ ലാത്തി അടിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പൊ ഇത് ക്രിമിനൽ കുറ്റമാണ്. അതേസമയത്ത് തന്നെ നിയമപരമായ പ്രാബല്യമില്ലാത്ത വിവാഹം നടത്തി ആ പെൺകുട്ടിയും ഇവർ വഞ്ചിച്ചിരിക്കും. ഇനി ആ വിവാഹം നടത്തി കൊടുത്ത ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ അവരെ രണ്ട് കൈയും കൂപ്പി തൊഴുതാ പോരാ, അവരെ പൂമാല അണിയിച്ച് സ്വീകരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇത്ര ഒരു ക്ഷേത്രം നടത്തുന്ന ആളുകൾക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം? ആ ഭാരവാഹി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതുപോലുള്ള നിരവധി മിശ്ര വിവാഹങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. എന്നാൽ ബഹുമാനപ്പെട്ട ഭാരവാഹിയുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം വിനയപൂർവ്വം ഉണർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭാരവാഹി, നിങ്ങളിങ്ങനെ ഭാരം വഹിച്ച് ആളുകളെ വഴിയാധാരമാക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ വിവാഹത്തിന് യാതൊരു പ്രാബല്യവും ഇല്ല. നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന് അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല ഒരു കോടതി ചെന്നാൽ. ഇതൊക്കെ അറിയാൻ പാടാത്ത കൊജ്ഞാണന്മാരാണ് ഓരോ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ. അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആള് എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം ഡബിൾ റഹീം, അദ്ദേഹം തന്നെ മിശ്ര വിവാഹം കഴിച്ച ആളാണ്. പുള്ളിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് വിവാഹം നടത്തുന്നത്? ലോ അക്കാഡമി ലോ കോളേജിൽ നിന്നാണ് കിട്ടിയത്. എങ്കിൽ പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലും അറിയാത്ത ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് പറ്റിയ ഒരാൾ ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസവും എന്തോ ചെയ്യും? അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണും. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇന്ന് എം.എ. ബേബിയുടെ താത്വികമായ വിശകലനം, പുള്ളി പറയുന്നത് സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ ബലാത്സംഗം എന്ന് പറഞ്ഞതിന്റെ സാങ്കേതികമാണ് സഖാവി, അദ്ദേഹത്തിന് അത് അറിഞ്ഞൂടാ. ഞങ്ങൾ മാർക്സിസ്റ്റുകാരാണ്, ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല എന്നാണ് ഇവരുടെ വാദം. ഇതാണ് ഇതിന്റെ തമാശ. ഇപ്പോൾ സഖാക്കന്മാർ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ, ഇതുപോലത്തെ ആന മഠയത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇപ്പൊ പുലിവാല് പിടിച്ചില്ലേ, ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത്? ഈ സംഭവം വെച്ചിട്ട് വടക്കേ ഇന്ത്യയിലെമ്പാടും സംഘപരിവാറുകാർ പ്രചരിപ്പിക്കും എന്താണ് കേരളത്തിൽ ഇങ്ങനെയാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവരുന്ന ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ മധ്യവയസ്കർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. അതിന് നിയമപ്രാബല്യം നൽകുന്ന സ്ഥലമാണ്. അതിന് മന്ത്രിമാരടക്കമുള്ള മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഒത്താശ ചെയ്തു കൊടുക്കുന്ന സ്ഥലമാണെന്നല്ലേ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. കേരള സ്റ്റോറിയെയും അതിന്റെ രണ്ടാം ഭാഗത്തെയും സർവ്വതാ സാധൂകരിക്കുന്ന നടപടിയാണ്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.